പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. വിചാരണ നേരിട്ട 13 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 3 പേരെയാണ് പ്രതികളായി കോടതി പ്രഖ്യാപിച്ചത്. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളാണ് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെട്ടത്. ഇന്നാണ് ശിക്ഷാ പ്രഖ്യാപനം. KT സാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സാലിഹ, ഈ കേസ് എന്ന് പറയുന്നത് വളരെ പ്രമാദമായ കേസാണ്. ദൃക്സാക്ഷികളില്ലായിരുന്നു ഈ കേസിന്. ഷാബാസ് ഷെരീഫിൻ്റെ മൃതദേഹമോ മൃതദേഹത്തിൻ്റെ അവശിഷ്ടമോ ഈ ഘട്ടത്തിൽ പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ വളരെ നിർണായകമായ ഒരു കേസ്, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട കേസ് എന്നൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ കേസിന്. വിനിഷ, ഈ മൃതദേഹമോ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ ഈ കേസിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ഈ കേസ്. അത്തരമൊരു കേസിൽ നരഹത്യാ കുറ്റം ചുമത്തുന്നത് വളരെ അപൂർവമാണ്. കേരളത്തിൽ ആദ്യമാണ് എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. അതേസമയം ഈ കേസിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു. ദൃക്സാക്ഷികൾ അടക്കം 82ഓളം പേരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടത്തിയിരുന്നു. 13 പ്രതികൾ ഉണ്ടായിരുന്നു. 16 പ്രതികളായിരുന്നു. അതിൽ ഒരാൾ മാപ്പുസാക്ഷിയായി. ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. മറ്റൊരാൾ ഗോവയിൽ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. മറ്റു 13 പേർ വിചാരണ നേരിട്ടു. ഇതിൽ 10 പേരെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. 3 പേർ, ഈ ഒന്നാം പ്രതിയായ ഷൈബിൻ അഷ്റഫ്, അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾ, ഇയാളുടെ സഹായിയായിരുന്ന, അദ്ദേഹത്തിന്റെ മാനേജറായിരുന്ന ഷിഹാബുദ്ദീൻ രണ്ടാം പ്രതിയാണ്. ഷിഹാബുദ്ദീൻ ഈ നേരിട്ട് പങ്കെടുത്ത ആളുകൂടിയാണ്. ആറാം പ്രതി നിഷാദും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇയാളുടെ വാഹനത്തിൽ നിന്ന്, ഈ മൃതദേഹം നശിപ്പിക്കാൻ കൊണ്ടുപോയ വാഹനത്തിൽ നിന്ന് ഈ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ ഒരു മുടി പോലീസിന് ലഭിച്ചിരുന്നു. ഇത് DNA പരിശോധന നടത്തി ഷാബാസ് ഷെരീഫിന്റേത് തന്നെയാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉണ്ടായി എന്ന് കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നത്. വിനിഷ. ശരി, KT സാലിഹാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്നാണ് ശിക്ഷാവിധി പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. ആ വിധിയിലേക്കും വാർത്തകളിലേക്കും ഒക്കെ എത്താം KT സാലിഹിലൂടെ തന്നെ.